ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നേ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 3 സവാളയും 2 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുക്കുക. സവാളയുടെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ച് വെക്കുക. ഇനി ഉള്ളി നന്നായിട്ട് വാടി വന്ന ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മീറ്റ് മസാല ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി നേരത്തെ കുഴച്ച് വെച്ച മൈദയില്ലേ, അത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഓരോന്നും എടുത്തിട്ട് പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച ഫില്ലിങ്ങും കൂടെ ചേർത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. ഇനി ഓരോന്നും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ബേക്ക് ചെയ്തും എടുക്കുക. ഇനി ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ എഗ് വാഷ് ചെയ്യണം. ഞാനിവിടെ ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് റെഡിയായി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.